ഫിത്നയിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അർറിഫ്ഖു, സൗമ്യത കാണിക്കുക, പരുഷത കാണിക്കുക. ഫിത്നകൾ, കുഴപ്പങ്ങൾ, അവയെ പരുഷത കൊണ്ട് നേരിടാൻ പറ്റില്ല. അത് പ്രശ്നങ്ങൾ വഷളാക്കുകയുള്ളൂ. വൽ അനാതു, അവധാനത കാണിക്കുക, തിരക്കിടരുത്. ഫിത്ന മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോഴേക്ക് ചാടിക്കേറി കാര്യങ്ങൾ ചെയ്യരുത്. നോക്കി നിൽക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ ബാധിച്ച പ്രയാസങ്ങളൊന്നായിരുന്നു ദാഇഷ് എന്ന് പറയുന്നൊരു വിഭാഗം. ഇവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതാ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആളുകളാണ്, ഞങ്ങളാണ് ഖലീഫയുണ്ട്, ഖുറൈശികളിൽപ്പെട്ട ഖലീഫയെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. യുവാക്കളിൽ ചില ആളുകൾ ഇതാ ഖിലാഫത്ത് വന്നിരിക്കും. തിരക്കിട്ട് ചില ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. വേറെ ചില ആളുകൾ അവരെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് ഹിജറ ചെയ്തു. ഉലമാക്കളിൽ അനേകം പേർ അതിൻ്റെ വടികേട് വ്യക്തമാക്കുന്നതിനോടൊപ്പം അവരന്ന് പറഞ്ഞു, നിങ്ങൾ കാത്തു നിൽക്കുക, തിരക്ക് കൂട്ടരുത്, കുറച്ചു കാലം കാത്തു നിൽക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാകാൻ കുറച്ച് സമയമെടുക്കും. ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഇവർ പേടിത്തൊണ്ടന്മാരാണ്, മുനാഫിക്കുകളാണ്, ഇവർ കള്ളന്മാരാണ്, ഇവർ ജനങ്ങളെ പറ്റിക്കുന്നവരാണ് എന്ന് അവർ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു. ഇന്നെവിടെ ISIS എന്ന് പറയുന്നവർ? ഖലീഫ എവിടെ? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു ഖലീഫ ഉണ്ടായിരുന്നവിടെ. അയാൾ അന്ന് വന്നതാണ്, പിന്നെ അയാളെ കുറിച്ച് ഒരു വിവരമില്ല. അയാൾ മരിച്ചോ ഇല്ലെന്ന് അയാളുടെ പിന്നിൽ കൂടിയ ആളുകൾക്ക് വരെ അറിഞ്ഞില്ല. എന്നിട്ട് കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ ഫിത്നയിൽ അകപ്പെട്ട് പോയ ആളുകൾ, അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റുമൊക്കെ പോയവർ, അവസാനം അവർ മരിക്കുന്നതിന് മുൻപ് അവരോടൊപ്പം പോയ ഈ അവസ്ഥയിൽ അകപ്പെട്ടു പോയ സ്ത്രീകൾ അവർ പറയാൻ, മരിക്കുന്നതിന് മുൻപ് അങ്ങേയറ്റത്തെ നിരാശയിലാണ് അവർ മരിച്ചു വീണത്. അവസാനം മരിക്കുന്നതിന് മുൻപ് ബോംബ് വീണിട്ടാണ് മരിച്ചത്. മരിക്കുന്നതിന് മുൻപ് ഈ നാട്ടിൽ പിന്നെ ISISന്റെ നേതൃത്വം വഹിച്ചിരുന്ന, അതിനുവേണ്ടി ഓഡിയോ പുറത്തിറക്കിയിരുന്ന ഒരുത്തൻ, അവൻ മരിച്ചു വീഴുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങേറ്റത്തെ നിരാശ, പള്ളിയിൽ പോലും പോകാറില്ലായിരുന്നു. സങ്കടം കാരണം നേതാക്കന്മാർ പള്ളിയിൽ വരുന്നില്ല, നിസ്കാരം കാണുന്നില്ല, ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറഞ്ഞു പോയതാണ്. തിരക്ക് കൂട്ടാതിരിക്കുക. ഒരു പുതിയ കാര്യം വരുമ്പോഴും തിരക്കിട്ട് അതിലേക്ക് ചാടി ഇറങ്ങരുത്. നോക്ക്, കുറച്ച് അവധാനത കാണിക്കുക. എന്തു കാര്യവും കുറച്ച് ദിവസം കഴിയുമ്പോൾ വ്യക്തതയുണ്ടാകും. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇമാം മഹ്ദി നിന്റെ വീട്ടിന് മുന്നിലൂടെ യാത്ര ചെയ്താലും നീ അദ്ദേഹത്തെ പിൻപറ്റരുത്. അദ്ദേഹം ഇമാം മഹ്ദിയാണ് എന്ന് ജനങ്ങൾക്കെല്ലാം വ്യക്തമായി ഉറപ്പാകുന്നത് വരെ, ഇദ്ദേഹത്തിന്റെ കാര്യം പ്രത്യക്ഷപ്പെടുന്നത് വരെ ആളുകൾക്കെല്ലാം ഇത് മഹ്ദിയാണ് എന്ന് സംശയമില്ലാതെ ബോധ്യപ്പെടുന്നത് വരെ നീ മഹ്ദിയാണെന്ന് പറഞ്ഞു വരുന്നവനെ പിൻപറ്റരുത്. ഇപ്പതാ കേരളത്തിൽ തന്നെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മഹ്ദി ബോംബെയിലോ മറ്റോ വന്നിട്ടുണ്ട്. എവിടെയാണ്? ബോംബെയിലാണോ? ബോംബെയിൽ മഹ്ദി വന്നിട്ടുണ്ട്. തിരക്ക് കൂട്ടാതിരിക്കുക. മഹ്ദി നിന്റെ വീട്ടിന്റെ മുന്നിലൂടെ പോയാലും നീ പിൻപറ്റരുത്. അദ്ദേഹം മഹ്ദിയാണ് എന്ന് ഉറപ്പാകുന്നത് വരെ. നോക്കൂ നിങ്ങൾ, ഉലമാക്കൾ അവർ നൽകിയ വസിയ്യത്തുകളാണ്. തിരക്ക് കൂട്ടാതിരിക്കുക. വത്തഅമ്മുൽ ഫി അവാഖിബിൽ ഉമൂർ, നീ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. നാട്ടിൽ കുഴപ്പമുണ്ടായി, എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഉടനെ ആളുകളെ വിളിച്ച് ഇപ്പൊ തന്നെ പകരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങരുത്. ചിലപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പര്യവസാനങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ തർത്താരികൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് അവർ ആഞ്ഞടിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തിയത് അതിന് കാരണമായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മംഗോളിയക്കാർ, തർത്താരികൾ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട അയാൾ ഇസ്ലാമിക രാജ്യത്തേക്ക് വന്നു. അവിടെ വെച്ച് അയാൾ അന്യായമായി കൊല്ലപ്പെട്ടു. ഈ മനുഷ്യന്റെ രക്തത്തിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തർത്താരികളുടെ ഭരണാധികാരി ഇസ്ലാമിക അമീറിന്, ഒരു നാട്ടിന്റെ അമീറിന് ഒരു കത്തെഴുതി. അയാൾ ഇത് മൈൻഡ് ചെയ്തില്ല, അനീതി കാണിച്ചു. തർത്താരികളിൽപ്പെട്ട ഈ ദൂതനെ അപമാനിച്ച് തിരിച്ചു പറഞ്ഞയച്ചു. അതിന് പകരം ചോദിക്കാൻ വേണ്ടി വന്ന വരവായിരുന്നു. ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെ രക്തത്തിലാണ് ആ ഒരൊറ്റ മനുഷ്യന്റെ പ്രവൃത്തി അവസാനിച്ചത്. നോക്കൂ നിങ്ങൾ, നിന്റെ പ്രവർത്തനത്തിന് ശേഷമുണ്ടായി നീ എന്ത് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുത്തൻ എന്തെങ്കിലും ഒന്ന് എഴുതി വിട്ടാൽ മതി, അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അരികിലേക്ക് ഒരു നിമിഷം കൊണ്ട് ചെന്നെത്തും. ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുന്നു, ഇന്നഹാ സതകൂനു ഉമൂറുൻ മുഷ്തബിഹാത്ത്, അന്ത്യനാൾ അടുക്കുമ്പോൾ അവ്യക്തമായ ചില കാര്യങ്ങൾ സംഭവിക്കും. ഫഅലൈക്കും ബിത്തുഅദ, നിങ്ങൾ അവധാനത കാണിക്കുക, തിരക്ക് കൂട്ടരുത്. ഫഇന്നക അൻ തകൂന താബിഅൻ ഫിൽ ഖൈരി ഖൈറുൻ മിൻ അൻ തകൂന റഅസൻ ഫിൽ ബാത്തിൽ,
അസത്യത്തിൻ്റെയും ദലാലത്തിൻ്റെയും നേതാവാകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നീ സത്യത്തിൻ്റെ പിൻഗാമിയാകുന്നതാണ്. ഹക്ക് പിൻപറ്റിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കുന്നതാണ് ദലാലത്തിന്റെ നേതാവായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്. ശരിയാണ്, പലപ്പോഴും ദലാലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ നിന്നെ പിൻപറ്റും. ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ പൊതുവെ ജനങ്ങൾ ഇവിടെ എന്ത് പറഞ്ഞാലും ആൾക്കാരെ കിട്ടും. എല്ലാത്തിനും പുറകെ ആൾക്കാരുണ്ടാവും. ദലാലത്തിന്റെ നേതാവായി നീ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തിന്റെ അനുയായിയായി ഒരു സാധാരണക്കാരായി ജീവിച്ചു മരിച്ചു പോകുന്നതാണ്. പരലോകത്ത് അത്രയും നിനക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് ഇന്ന് പലപ്പോഴും പ്രശ്നമുണ്ടാകാൻ കാത്തു നിൽക്കുകയാണ് ജനങ്ങൾ. എന്തെങ്കിലും ഒരു പ്രതികരണം അതിലിറക്കി അതൊക്കെ വൈറലായി ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക, അവധാനത കാണിക്കുക, തിരക്കുകൂട്ടരുത്. എത്ര പ്രശ്നങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതോ മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതും. ചിലപ്പോൾ പിന്നെ മനസ്സിലാവും, ചിലപ്പോൾ ആ സംഭവം അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇതാ ഇവിടെ പ്രശ്നമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആകെ കുഴപ്പമുണ്ടാക്കുന്ന രൂപത്തിൽ എഴുതി വിടും. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മിയായ ഒരാൾ നിങ്ങൾക്കൊരു വാർത്ത എത്തിച്ചാൽ നീ അത് ഉറപ്പുവരുത്തണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചിലപ്പോ ഇതാ ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് ആളുകൾ എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് അങ്ങ് പുറത്തേക്ക് കൊടുക്കും. ചിലപ്പോൾ അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അയാളും ആ കാര്യവുമായി ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ഉറപ്പുവരുത്തണം, തിരക്ക് കൂട്ടരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൻ നാസി മഫാത്തിഹ ലിൽ ഖൈരി മഗാലീഖ ലിശ്ശർ. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ നന്മകളുടെ താക്കോലുകളാണ്, തിന്മകൾ കൊട്ടിയടക്കുന്നവരാണ്. വഇന്ന മിനൻ നാസി മഫാത്തിഹ ലിശ്ശർരി മഗാലീഖ ലിൽ ഖൈർ. മറ്റു ചിലരുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ, അവർ തിന്മകൾക്ക് വാതിൽ തുറക്കുന്നവരാണ്, ഖൈറുകളുടെ വാതിലുകൾ പൂട്ടിയിടുന്ന പൂട്ടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബ ലിമൻ ജഅല അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈരി മിഗ്ലാഖൻ ലിശ്ശർ. നന്മകളുടെ താക്കോലായി മാറ്റപ്പെട്ടവന് അല്ലാഹു അവന് അഭിവാദ്യങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നന്മക്ക് നമ്മൾ വഴിയൊരുക്കണം, തിന്മക്കല്ല. ഇന്ന് പലപ്പോഴും ആളുകൾ നോക്കൂ, നിങ്ങൾ ചില ആളുകൾ ഗ്രൂപ്പുകളിലും മറ്റും ഒരു ആയിരക്കണക്കിന് ഗ്രൂപ്പിൽ ഒരുത്തൻ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന വാർത്തയുടെ എല്ലായിടത്തും ഷെയർ ചെയ്യും. എന്റെ സത്യാവസ്ഥ നോക്കില്ല, അവൻ ആദ്യം വാർത്ത എത്തിക്കണം എന്നതാണ് ഉദ്ദേശം. എന്നാൽ നന്മയാണ് എന്ന് ഉറപ്പുള്ള ഒരു ഹദീസ്, ഒരു ഖുർആനായത്ത്, ഒരു ദീനിലെ ഹലാൽ ഹറാം വിശദീകരിക്കുന്ന കാര്യം തൊടൂല, ഭാഗത്തേക്ക് അനങ്ങൂല. എന്നാൽ ഷർറുകൾ ഇതാണ് സഹോദരങ്ങളെ തിന്മയുടെ താക്കോലാകുക എന്ന് പറയുന്നത്. നന്മ പൂട്ടുന്നവനാകുക, തിന്മ തുറക്കുന്നവനാകുക. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം